Hello everyone, welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ ഇന്ത്യൻ ഓഹരി വിപണി വലിയ ചാഞ്ചാട്ടങ്ങൾക്കൊടുവിലും ചെറിയ നഷ്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. വിപണിയുടെ അടിസ്ഥാന ശക്തി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ 4 ആഴ്ചകളായി തുടർച്ചയായ മുന്നേറ്റം നടത്തിയിരുന്ന വിപണിക്ക് ഈ ഒരാഴ്ച ചെറിയൊരു ബ്രേക്ക് ലഭിച്ചിട്ടുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ മികച്ച Q1 FY27 ബിസിനസ് അപ്ഡേറ്റ്സും ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായ താൽക്കാലിക ഇടിവും രാജ്യത്ത് കാലവർഷം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയുണ്ടായി. ഇതോടെ വിപണി പോസിറ്റീവ് തുടക്കമാണ് കുറിച്ചത്. എന്നാൽ ആഴ്ചയുടെ മധ്യത്തോടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും ശക്തമായതോടെ ആഗോള വിപണിയിൽ റിസ്ക് അവോയ്ഡ് ചെയ്യുന്ന സാഹചര്യം രൂപപ്പെട്ടു. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം ഇന്ത്യൻ വിപണിയിലും പ്രകടമായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില വലിയ കുത്തനെ ഉയർന്നതോടെ പണപ്പെരുപ്പം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിക്ഷേപകരിൽ ശക്തമായി. അതോടെ പലരും ലാഭമെടുത്ത ഓഹരികൾ വിറ്റൊഴിക്കാൻ തുടങ്ങിയതോടെ വിപണി സമ്മർദ്ദത്തിലായി. ആഴ്ചയുടെ അവസാനം സെൻസസ് 194 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 64 പോയിന്റ് നഷ്ടത്തിലും ക്ലോസ് ചെയ്തെങ്കിലും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. ഇത് വിപണിയിൽ ആഭ്യന്തര നിക്ഷേപകരുടെ ആത്മവിശ്വാസം ഇപ്പോഴും ശക്തമാണെന്ന് വ്യക്തമാക്കുന്ന സൂചനയാണ്. സാങ്കേതികമായി നോക്കുമ്പോൾ നിഫ്റ്റിക്ക് 23,800 മുതൽ 23,600 വരെയുള്ള മേഖല ശക്തമായ സപ്പോർട്ടും 24,600 മുതൽ 24,750 വരെയുള്ള മേഖല റെസിസ്റ്റൻസും പ്രവർത്തിക്കാനാണ് സാധ്യതയുള്ളത്. ആഗോള വിപണിയിൽ ഈ ഒരാഴ്ച പ്രധാന ചർച്ചയായി മാറിയത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സംഘർഷമായിരുന്നു. അമേരിക്ക നടത്തിയ സൈനിക ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതോടെയാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമായി മാറിയത്. ഇതോടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ചരക്കുനീക്കം വീണ്ടും തടസ്സപ്പെടുത്തുന്നുള്ള ആശങ്ക ഉയരുകയുണ്ടായി. ലോകത്തിലെ ഏകദേശം 20% ക്രൂഡ് ഓയിൽ ഈ ഒരു പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ ചെറിയ സംഘർഷം പോലും എണ്ണവിലയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഇതിനിടയിൽ അമേരിക്കയും ഇറാനും ചർച്ചകൾ തുടരാൻ തയ്യാറാണെന്നുള്ള വാർത്ത പുറത്തു വന്നെങ്കിലും യഥാർത്ഥ സമാധാനം എപ്പോൾ ഉണ്ടാകുമെന്നുള്ള ഒരു കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് വിപണിയെ കൂടുതൽ അനിശ്ചിതത്വം തുടരാൻ കാരണമായി. അമേരിക്കൻ ഓഹരി വിപണിയിൽ AI മേഖലയുമായി ബന്ധപ്പെട്ട നിവേദിയ, മെറ്റ പോലുള്ള കമ്പനികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ S&P 500, നാസ്ഡാക്ക് ഇൻഡെക്സുകൾ ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഡോ ജോൺസ് നേരിയ നഷ്ടം രേഖപ്പെടുത്തുകയുണ്ടായി. യൂറോപ്യൻ വിപണിയിൽ സ്ഥിരത പുലർത്തിയപ്പോൾ ഏഷ്യൻ വിപണിയിൽ ജപ്പാനും ദക്ഷിണ കൊറിയയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുവശത്ത് ചൈനീസ് വിപണി ദുർബലമായ സാമ്പത്തിക ഡേറ്റയുടെ പശ്ചാത്തലത്തിൽ സമ്മർദ്ദത്തിലായിട്ടാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ അടുത്ത ആഴ്ചയും ആഗോള വിപണിയുടെ പ്രധാന ശ്രദ്ധ അമേരിക്ക ഇറാൻ ബന്ധം, ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് സംബന്ധിച്ച സൂചനകൾ, കൂടാതെ ആഗോള പണപ്പെരുപ്പ കണക്കുകൾ എന്നിവയിലായിരിക്കും. ഈ ആഴ്ച നിക്ഷേപകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച മറ്റൊരു പ്രധാന ഘടകം ക്രൂഡ് ഓയിൽ വിലയിലെ ശക്തമായ ചാഞ്ചാട്ടമായിരുന്നു. ആഴ്ചയിൽ ഏകദേശം 5% വില ഉയർന്നത് ഇന്ത്യ പോലുള്ള ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയായി മാറി. കാരണം ക്രൂഡ് ഓയിലിന്റെ വില ഉയരുമ്പോൾ പെട്രോൾ, ഡീസൽ വില മാത്രമല്ല ഗതാഗത ചെലവുകളും ഉൽപാദന ചെലവുകളും വർദ്ധിക്കും. ഇത് ഭക്ഷ്യവിലയും മറ്റു സാധനങ്ങളുടെ വില ഉയരാനും ഇടയാക്കും. അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് വർദ്ധിക്കാനും രൂപയുടെ മൂല്യം സമ്മർദ്ദത്തിലാകാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ചില നല്ല വാർത്തകളും പുറത്തു വന്ന ഒരാഴ്ചയായിരുന്നു ഇത്. അന്താരാഷ്ട്ര നാണയനിധിയായ IMF FY27 ഇന്ത്യയുടെ GDP വളർച്ച 6.4%, FY28 6.7% ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. RBI പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം NBFC വായ്പാ വളർച്ചയും 14.2% ഉയർന്നതും ആഭ്യന്തര ഉപഭോഗവും വായ്പാ ആവശ്യകതയും ശക്തമാണെന്ന് സൂചന നൽകുന്നുണ്ട്. സെക്ടർ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സർവീസ് മേഖലയിൽ ഈ ഒരാഴ്ച മികച്ച പ്രകടനമാണ് തുടർന്നിട്ടുള്ളത്. NBFC വായ്പാ വളർച്ച ഉയർന്നതും റീറ്റെയിൽ, വാഹന, ഹൗസിംഗ് ലോൺ ആവശ്യകത ശക്തമായി തുടരുന്നതും ഈ മേഖലയ്ക്ക് ദീർഘകാലത്തിൽ മികച്ച സാധ്യത നൽകുന്നുണ്ട്. ടെക്സ്റ്റൈൽ മേഖലയിലും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇന്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ ആൻഡ് അപ്പാരൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് പദ്ധതിയിലൂടെ MSME സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക വിദ്യ, കയറ്റുമതി, ഉൽപാദനശേഷി എന്നിവ മെച്ചപ്പെടുത്താൻ സഹായകമാകും. ഇതിലൂടെ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് ഭാവിയിൽ മികച്ച വളർച്ച ലഭിക്കാൻ എന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. MSME നിർമ്മാണ മേഖലയിലും സർക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. മറുവശത്ത് ഓയിൽ, ഗ്യാസ് മേഖലയിലേക്ക് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് ഒരു വെല്ലുവിളിയാണ്.
കാരണം അസംസ്കൃത എണ്ണയുടെ വില ഉയരുമ്പോൾ റിഫൈനറികൾക്കും മറ്റ് ഡൗൺ സ്ട്രീം കമ്പനികൾക്കും വില വർദ്ധിക്കുന്നതാണ്. ഓട്ടോമൊബൈൽ, FMCG, കൺസ്യൂമർ മേഖലയിലും ഉയർന്ന ഇന്ധനവിലയും കാലവർഷവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഗ്രാമീണ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ബാധിക്കുന്നതാണ്. അതിനാൽ തന്നെ അടുത്ത ആഴ്ചകളിൽ നിക്ഷേപകർ സെക്ടർ റൊട്ടേഷൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണിത്. വരാനിരിക്കുന്ന ആഴ്ച ഇന്ത്യൻ ഓഹരി വിപണിക്ക് വലിയ നിർണായകമായിരിക്കും. അമേരിക്ക-ഇറാൻ സംഘർഷത്തിൽ കൂടുതൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുമോ? ക്രൂഡ് ഓയിൽ വില വീണ്ടും ഉയരുമോ? അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ വിജയിക്കുമോ എന്നതാണ് വിപണിയുടെ ആദ്യ ശ്രദ്ധ കേന്ദ്രമായി മാറാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജൂൺ മാസത്തെ CPI പണപ്പെരുപ്പം, WPI ഡേറ്റ, തൊഴിലില്ലായ്മ നിരക്ക്, വിദേശ നാണയ ശേഖരണം, വ്യാപാര കമ്മിറ്റി തുടങ്ങിയ പ്രധാന സാമ്പത്തിക കണക്കുകൾ പുറത്തുവരും. ആഗോളതലത്തിൽ അമേരിക്കയുടെ CPI, PPI, റീറ്റെയിൽ സെയിൽസ്, ഹൗസിംഗ് ഡേറ്റ, ഇത് കൂടാതെ തന്നെ റീറ്റെയിൽ സെയിൽസ് എന്നിവയും വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ Q1 FY27 കമ്പനികളുടെ ഫലപ്രഖ്യാപന സീസൺ സമയമായി ആരംഭിക്കുന്നതിനായി പ്രമുഖ കമ്പനികളുടെ പ്രവർത്തനം മറ്റു കമ്പനികൾക്കും വിപണിയുടെ ദിശ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായി മാറും. നിക്ഷേപകർ ഭയന്ന തീരുമാനങ്ങൾ എടുക്കാതെ ഗുണമേന്മയുള്ള ഓഹരികളിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപം തുടരാനുള്ള കൂടുതൽ ഉചിതമായ തന്ത്രമാണെന്ന് വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നു. കൂടുതൽ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സാമ്പത്തിക വിശകലനങ്ങൾ, നിക്ഷേപ അറിവുകൾ എന്നിവ ഓരോ ആഴ്ചയും ലഭിക്കാൻ ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.